ഏവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ 3 എപ്പിസോഡുകൾ മനുസ്മൃതി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. ഇതുവരെ കേൾക്കാത്തവരുണ്ടെങ്കിൽ ദയവുണ്ടായിട്ട് അത് കേൾക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യണം. എന്തിനാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ഈ മനുസ്മൃതിയെ കുറിച്ച് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്തെ കേസരി എന്ന് പറയുന്നതായ RSSന്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള ചില വാർത്തകൾ നിങ്ങൾ വായിക്കുകയുണ്ടായി കാണും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും. പലരും അതിനെ എതിരെ വിമർശിച്ചു, പല കാര്യങ്ങളും പറയുകയുണ്ടായി. എനിക്ക് രാഹുൽ ഈശ്വർ പറഞ്ഞത് അതിനകത്ത് ഏറ്റവും ബോധ്യമായി തോന്നി. ഇത് നമ്മുടെ സമൂഹത്തിൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇപ്പോൾ ഈ സനാതന ധർമ്മം എന്നൊക്കെ ഉച്ചേശ്വരം ഉദ്ഘോഷിക്കുന്ന ആളുകൾ ചെയ്യുന്നത്, ഇതാണ് പണ്ടും അവർ ചെയ്തുകൊണ്ടിരുന്നത്, ഇനിയും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ എന്ന് പറയുന്ന 3 കൂട്ടരാണ്. അതാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൈസ്തവരാണ് രണ്ടാമത്തേത്, ഒന്നാമത്തെ മുസ്ലിം സൗരങ്ങളാണ്, മൂന്നാമത്തേത് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. അത് ആശയപരമായിട്ടുള്ള മാത്രമല്ല രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ശത്രുതയിലാണ് അത്തരക്കാരവരെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചിന്തിക്കേണ്ടുന്നത്, ഈ ഇടതുപക്ഷ ചിന്താഗതിയിൽ നിൽക്കുന്ന ആളുകൾ കൂടുതലും തന്നെ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലാത്തവരുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ വേറൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർണരാണ് അവരുടെ പ്രഖ്യാപിത ശത്രുക്കൾ. 3 കൂട്ടരാണ്. മതപരമായിട്ട് നോക്കുമ്പോൾ 2 കൂട്ടരെ കാണാം. അതൊന്ന് ഞാൻ പറഞ്ഞതുപോലെ മുസ്ലിം സഹോദരങ്ങള്, രണ്ടാമത്തെ ക്രൈസ്തവര്, മൂന്നാമത്തേത് രാഷ്ട്രീയം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് അവർണരാണ്, ചണ്ടാളന്മാരാണ്. ഈ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെടാത്തായിട്ടുള്ള ഈ ചണ്ടാളന്മാരെന്ന് അവർ വിളിച്ചതായിട്ടുള്ള ഇവിടുത്തെ സാമാന്യ അടിസ്ഥാന വർഗങ്ങളെയാണ് അവർ ശത്രുക്കളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ശത്രുത്വ മനോഭാവം അവരുടെ പ്രഖ്യാപിത പ്രസിദ്ധീകരണങ്ങളിൽ അവർ കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കേസരി എന്ന് പറയുന്നതായിട്ടുള്ള പ്രസിദ്ധീകരണത്തിൽ വളരെ ശക്തമായി അടുത്ത സമയത്ത് എഴുതിയത്. നമ്മൾ ഓർക്കണം, ഇത് രാജ്യത്തിന്റെ പുരോഗതിക്കല്ല അധോഗതിയിലേക്കായിരിക്കും കൊണ്ടെത്തുക. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഘടകങ്ങളും വിശദമായി പരിശോധിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ 3 എപ്പിസോഡുകളും ഇതിനെ സംബന്ധിച്ച് നിങ്ങളെ അറിയിച്ചത്. നിങ്ങളത് കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്നത് മനുസ്മൃതിയിലെ മതപരമായ ആശയങ്ങളും ചട്ടങ്ങളെയും കുറിച്ചാണ്. മതപരമായിട്ടുള്ള ആശയങ്ങൾ, അതിന് മുമ്പ് നമ്മൾ ചിന്തിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ളതും, അതേപോലെ തന്നെ സ്ത്രീകൾക്കുള്ള സ്ഥാനം, അതേപോലെ അവർണർക്കുള്ള സ്ഥാനം, ശൂദ്രന്മാർക്കുള്ള സ്ഥാനം, ഇതൊക്കെയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. ഇപ്പോൾ നമ്മൾ അതിന്റെ മതപരമായ ആശയങ്ങളിലും ആ ചട്ടങ്ങളിലേക്കും വരികയാണ്. ധർമ്മത്തിന്റെ ആശയം എന്താണെന്ന് നോക്കാം. മനുസ്മൃതിയിൽ ധർമ്മം അല്ലെങ്കിൽ ധാർമ്മിക ജീവിതം മുഖ്യമായ ആശയമാണ്. ധർമ്മം സമൂഹത്തിലെ ക്രമവും വ്യക്തിയുടെ കടമയുമായിട്ടാണ് അവർ കാണുന്നത്. ഓരോ വർണ്ണത്തിനും സ്വന്തമായ ധർമ്മങ്ങളുണ്ട്. ധർമ്മം എന്ന് പറഞ്ഞാൽ നിയമം. ആ ധർമ്മത്തെ വേദങ്ങളും ബ്രാഹ്മണരും മാത്രമേ നിർണയിക്കൂ. സാധാരണ ആർക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ അധികൃത വർഗത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ മേലുള്ള നിയന്ത്രണം എനിക്കല്ല, അത് ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനല്ലാത്തവരുടെ മേലൊക്കെ ബ്രാഹ്മണരാണ് നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, എല്ലാം തെളിവ് സഹിതമാണ് പറയുന്നത്. മനുസ്മൃതി 2:6 വേദമാണ് എല്ലാ ധർമ്മങ്ങളുടെയും മൂലം എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണന്മാരാണ് വേദത്തിന്റെ വ്യാഖ്യാതാക്കൾ. യാഗങ്ങളും ആചാരങ്ങളും, ബ്രാഹ്മണന്മാരുടെ ധർമ്മം എന്ന് പറയുന്നത് യാഗങ്ങൾ നടത്തുക, മന്ത്രങ്ങൾ ജപിക്കുക, ആരാധനകൾ നിർവഹിക്കുക. മറ്റു വർണ്ണങ്ങൾക്ക് ബ്രാഹ്മണന്മാരുടെ നേതൃത്വത്തിൽ മാത്രമേ മതചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കുണ്ടായിരുന്നുള്ളൂ. ശൂദ്രർക്കും അസ്പൃശ്യരായിട്ടുള്ള ആളുകൾക്കും മതാചാര രംഗങ്ങളിൽ പ്രവേശനം തീരെയില്ല. ശുദ്ധിയും അശുദ്ധിയുമായിട്ട് അവരതിനെ മാറ്റി നിർത്തി. മനുസ്മൃതി ശുദ്ധി അശുദ്ധി ചട്ടങ്ങൾ കൊണ്ടുവന്നു. ജനനം, മരണം, വിവാഹം, ഭക്ഷണം എന്നിവയെല്ലാം പ്രത്യേക ചടങ്ങുകളാൽ നിയന്ത്രിച്ചു. ഭക്ഷണത്തിൽ പോലും വർണ്ണങ്ങൾക്കുള്ള വ്യത്യാസം നിർണയിച്ചു. ശൂദ്രൻ പാചകം ചെയ്ത ഭക്ഷണം മേൽവർണ്ണങ്ങൾക്ക് അശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ നായന്മാർ ഭക്ഷണം പാകം ചെയ്താൽ അത് കഴിക്കാൻ ഇവിടുത്തെ ബ്രാഹ്മണന്മാർക്ക് സാധ്യമല്ല, മേൽജാതിക്കാർക്ക് സാധ്യമല്ല. അപ്പൊ പിന്നെ അവർണരുടെ കാര്യം പറയണ്ടല്ലോ. അവർണർ ഉണ്ടാക്കിയാൽ ആ പാത്രം പോലും ദർശിക്കാൻ പറ്റില്ല. ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവർണനെ ദർശിക്കാൻ പോലും ഇവർക്ക് സാധ്യതയില്ലായിരുന്നു. 72 അടി അകലം നിൽക്കണമായിരുന്നു. അപ്പൊ സ്പർശമാത്രം കൊണ്ട് പോലും അശുദ്ധി വരുമെന്ന് കരുതിയ സമൂഹമാണ് ബ്രാഹ്മണന്മാർ. അതിനകത്തെ മനുസ്മൃതി
3:239 പറയുന്നത്, ശൂദ്രൻ തയ്യാറാക്കിയ ഭക്ഷണം മേലിലുള്ളവർ ഒരിക്കലും കഴിക്കരുത്. മേലിലുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറാർക്കിയിലുള്ളവർ, ഉയർന്ന ശൃംഖലയിലുള്ളവർ കഴിച്ചുകൂടാ. ഇനിയും ജീവിതാശ്രമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആശ്രമധർമ്മത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മനുസ്മൃതി ജീവിതം 4 ആശ്രമങ്ങളായിട്ട് അല്ലെങ്കിൽ ലൈഫ് സ്റ്റേജസ് ആയിട്ട് തിരിച്ചു കാണിച്ചു. അതിനകത്ത് ഒന്ന് ബ്രഹ്മചാര്യം. ആ ബ്രഹ്മചാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥി ജീവിതമാണ്, വിദ്യാർത്ഥി ജീവിതം. രണ്ടാമത്തെ ഗൃഹസ്ഥം, വൈവാഹിക ജീവിതമാണ്, കുടുംബജീവിതം. മൂന്നാമത്തേത് വാനപ്രസ്ഥം, വനത്തിൽ വസിക്കുക എന്നുള്ളത്. നാലാമത്തെ ധ്യാനം അഥവാ സന്യാസം. അപ്പൊ ലോകം ഉപേക്ഷിച്ച് മോക്ഷാന്വേഷണം നടത്തുക. ഇത് മുഖ്യമായി ബ്രാഹ്മണർക്കും മേൽവർണ്ണങ്ങൾക്കും ബാധകമായിരുന്നു. ശൂദ്രർക്ക് ഇത്തരം ആത്മീയ പദങ്ങളിൽ പങ്കില്ലായിരുന്നു. അപ്പൊ മോക്ഷവും കർമ്മവും എന്ന് പറഞ്ഞാൽ മോക്ഷം സമം പുനർജന്മ ചക്രത്തിൽ നിന്ന് വിമോചനം എന്നാണ്. ഒരു വ്യക്തി ഈ ലോകത്തിൽ ജനിച്ചിട്ട് പല പ്രാവശ്യം പുനർജന്മങ്ങൾ നടത്തി അവന് മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുനർജന്മത്തിൽ നിന്നുള്ള വിമോചനത്തിനാണ് ആ മോക്ഷം എന്ന് പറയുന്നത്. അത് ധർമ്മനിഷ്ഠ ജീവിതത്തിലൂടെയും യാഗങ്ങളുടെയും മാത്രം നേടാൻ കഴിയുന്നതാണ്. സ്ത്രീകൾക്കും ശൂദ്രർക്കും സ്വതന്ത്രമായി മോക്ഷം നേടാൻ സാധിക്കുകയില്ല. അവർക്ക് ഭർത്താവിനെയും മേൽവർണ്ണങ്ങളെയും സേവിക്കുന്നതിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കൂ എന്ന് പറയുന്നു. വെൻഡി ഡോണി എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി അഭിപ്രായപ്പെടുന്നത്, മനുസ്മൃതിയുടെ ആത്മീയ ദർശനം സർവജനീനമല്ല, അത് ജാതിയും ലിംഗവും അനുസരിച്ച് നിലവാരമായി ക്രമീകരിച്ചിരിക്കുന്നു. ദ സ്പിരിച്വൽ വിഷൻ ഓഫ് ദ മനുസ്മൃതി ഈസ് നോട്ട് യൂണിവേഴ്സൽ, ഇറ്റ് ഈസ് ഗ്രേഡഡ് അക്കോർഡിംഗ് ടു ദ കാസ്റ്റ് ആൻഡ് ജെൻഡർ. അതിന്റെ സാമൂഹിക ഫലങ്ങൾ എന്താണ്? മതചട്ടങ്ങൾ സാമൂഹിക അസമത്വം ദൈവികമായി ന്യായീകരിക്കാൻ ഇത്തരക്കാർ ഉപയോഗിച്ചു. ധർമ്മവും മോക്ഷവും ബ്രാഹ്മണാധികാരത്തിന്റെ ഉപകരണങ്ങളായിട്ട് മാറി. ശുദ്ധി അശുദ്ധി നിയമങ്ങൾ അസ്പൃശ്യതയുടെ അടിത്തറയായി മാറി. അതിനാൽ മനുസ്മൃതിയിലെ മതചട്ടങ്ങൾ എന്ന് പറയുന്ന ആ മതം സമം സാമൂഹ്യ നിയന്ത്രണത്തിന്റെ ആയുധമാക്കി അവർ മാറ്റി. അങ്ങനെ അവര് ബ്രാഹ്മണാധികാരം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന് നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാൻ സാധിക്കും. ചില ആളുകളുടെ വിമർശനങ്ങൾ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പുരാതന കാലത്തെ പ്രതികരണങ്ങൾ മനുസ്മൃതി എഴുതപ്പെട്ട കാലത്ത് തന്നെ അതിലെ ചട്ടങ്ങൾക്കെതിരെ മത സാമൂഹ്യ വെല്ലുവിളികൾ വളരെ ശക്തമായിട്ട് ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബുദ്ധമതവും ജൈനമതവും ഉയർന്നു വരുവാനിടയായത്. മനുസ്മൃതിയിലെ വർണ്ണാധിഷ്ഠിത അസമത്വത്തെയും ബ്രാഹ്മണാധികാരത്തെയും വെല്ലുവിളിച്ച് അവർ രംഗപ്രവേശനം ചെയ്തു. അവർ പറഞ്ഞത് സമത്വവും അഹിംസയും അത് പ്രചരിപ്പിക്കണം എന്നുള്ളതാണ്. ബ്രാഹ്മണിക ചട്ടങ്ങളോട് കടുത്ത വിമർശനം അത്തരക്കാർ നടത്തുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് റോമിള താപ്പർ പറയുന്നത്, ബുദ്ധമതത്തിന്റെയും ജൈനമതത്തിന്റെയും ഉയർച്ച മനുസ്മൃതി പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിയമബദ്ധമാക്കിയിരിക്കുന്ന സാമൂഹ്യ ക്രമത്തിനെതിരായ നേരിട്ടുള്ള പ്രതികരണങ്ങളായി കാണാം. The rise of Buddhism and Jainism can be seen as a direct response to the hierarchical order legitimized by text like മനുസ്മൃതി. ഭക്തി പ്രസ്ഥാനത്തിലെ വിമർശനം കൂടെ നമ്മൾ ചിന്തിക്കണം. മധ്യകാലത്ത് ഭക്തി പ്രസ്ഥാനങ്ങൾ അഥവാ അൽവാർ, നയനാർ, കബീർ, മീരാഭായ് മുതലായവരൊക്കെ ഉയർന്നു വന്നു. അവര് മനുസ്മൃതിയുടെ അസമത്വ ചട്ടങ്ങളെ നിരസിച്ചു. അവർ പ്രഖ്യാപിച്ചത് ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ജാതി, ലിംഗം, ധനിക ദരിദ്ര വ്യത്യാസങ്ങൾക്കും അപ്പുറം ഭക്തിയിലൂടെ മോക്ഷം ലഭിക്കുമെന്ന് അവർ പറഞ്ഞു. നവോത്ഥാന കാലത്തെ പ്രതികരണം കൂടെ നമ്മൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. 18-19 നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ നവോത്ഥാന കാലം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പഠനം നടത്തുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ നവോത്ഥാനം നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിൽ, ഞാൻ ഇന്ത്യയിൽ നിന്ന് 1947 ശേഷമുള്ള ഒരു രാജ്യത്തെ കുറിച്ച് മാത്രമേ വീക്ഷിക്കുന്നുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്നൊക്കെ ഉപഭൂഖണ്ഡം എന്നുള്ള ചിന്തകളിലാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അതാണ് ചരിത്ര യാഥാർത്ഥ്യം. കാരണം 605 നാട്ടുരാജ്യങ്ങൾ, ഈ 605 നാട്ടുരാജ്യങ്ങൾ ഇന്നുള്ള പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശും ഒക്കെ അന്തർലീനമായിരിക്കുന്ന, അങ്ങനെ വിഭജനമില്ലാത്ത വിധത്തിൽ കിടക്കുന്ന കാലഘട്ടമാണ്. അതിനെ തന്നെ 605 നാട്ടുരാജ്യങ്ങളായിട്ട് വിഭജിച്ച് അങ്ങനെയുള്ള ഭരണമായിരുന്നു ഇവിടെ നടമാടിക്കൊണ്ടിരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അതിനെ ഉപഭൂഖണ്ഡം എന്ന് മാത്രമേ വിളിക്കാൻ, സംബോധന ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരു രാജ്യമെന്ന് പറയാൻ കഴിയുകയില്ല. ഒരു രാജ്യമെന്ന് പറയാൻ കഴിയുന്നത് 1947 ശേഷമുള്ള ഇന്ത്യയാണ്.
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ചരിത്രം ശരിയായ രീതിയിൽ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടില്ല, കലാലയങ്ങളിൽ പഠിപ്പിച്ചിട്ടില്ല. കാരണം ചരിത്രം പലരും എഴുതിയിരിക്കുന്നത് അവരുടെ ഇംഗിതത്തിനനുസരിച്ചാണ്. ഒന്നുകിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചരിത്രം എന്ന് പറയുന്നത് മൂടപ്പെട്ട ചരിത്രമാണ്, കരിപുരണ്ട ചരിത്രങ്ങളാണ്, അല്ലെങ്കിൽ തമസ്കരിക്കപ്പെട്ട് സ്വയംകൃതമായിരിക്കുന്ന ചരിത്രങ്ങളാണ്. സ്വയം അവരവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനെയൊക്കെ ചാരവും കരിയും ഒക്കെ കളഞ്ഞ് അതിൻ്റെ കൃത്യതയോടുകൂടി തന്നെ നിങ്ങളുടെ മുമ്പിൽ ഇത് വിശദമായി പറയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്ര റിസ്കോടുകൂടെ ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. എനിക്കറിയാം ഇതത്ര നിസ്സാരമായ കാര്യമല്ല, ഇതിന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷെ ആ വെല്ലുവിളികളെ സ്വീകരിക്കാൻ 100% തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പഠന വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഇത് ചരിത്ര പഠിതാക്കളായിട്ടുള്ള എല്ലാവരും കൃത്യമായി അവലോകനം ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചരിത്ര താളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മൂടി വെച്ചിരിക്കുന്ന എല്ലാ ചരിത്രത്തെയും നമുക്ക് പൊക്കിയെടുക്കണം. ശരിയായ ചരിത്രം നമ്മുടെ രാജ്യത്ത് സാധാരണ ജനങ്ങൾ അറിയണം. 85% കൂടുതലുള്ള ഈ അവർണ വിഭാഗം എന്നറിയപ്പെടുന്ന ജനത്തെ 15% താഴെ മാത്രമുള്ള ഈ ആര്യന്മാരുടെ സമൂഹം ഇന്നും എല്ലാ വിധത്തിലും ഇങ്ങനെ ക്ലച്ചസ് ആക്കി നിർത്തിയിരിക്കുകയാണ്. അവരുടെ ക്ലച്ചസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അവരുടെ ചാട്ടവാർ നമ്മുടെ നേരെ ഓങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശൂലം നമ്മുടെ നെഞ്ചിൽ തറയ്ക്കുവാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ അതിന് വശംബദ്ധരാകേണ്ട ആവശ്യമില്ല. ചരിത്രം നമ്മൾ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടേതാണ് ചരിത്രം. ഇവിടുത്തെ സാമാന്യ ജനത്തിൻ്റെതാണ് ചരിത്രം. ആര്യന്മാരുടെ ചരിത്രമല്ല നമ്മുടെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം. ഈ ഇന്ത്യ ഭൂഖണ്ഡത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടുത്തെ ഹാരപ്പന്മാരുടെയും ഇവിടുത്തെ ദ്രാവിഡന്മാരുടെയും ഇവിടുത്തെ മുണ്ടന്മാരുടെയും ഒക്കെയുള്ള ചരിത്രമാണ്. ആ ചരിത്രമാണ് വാസ്തവത്തിലുള്ള ചരിത്രം. അതിനെ തമസ്കരിച്ചുകൊണ്ട് ആര്യന്മാരുടെ പിന്തുടർക്കാർ നമ്മളെ അവരുടെ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള അത്തരം ചരിത്രത്തെ നമ്മൾ തമസ്കരിച്ചേ പറ്റൂ. അത്തരം ചരിത്രത്തെ നമ്മൾ ആ പൊള്ള ചരിത്രത്തെ നമ്മൾ ശരിയായിട്ട് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വളരെ കൃത്യമായിട്ട് പറയുന്നത്. നമുക്കറിയാം, രാജാ റാം മോഹൻ റോയിയെ പോലെയുള്ള ആളുകൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ട് പോരാടിയിട്ടുള്ള വ്യക്തികൾ. അവര് ഒറ്റയടിക്ക് അങ്ങനെ നവോത്ഥാനകർത്താക്കളായതല്ല. അവർക്ക് വേണ്ടി അധ്വാനിച്ച ഒരുപാട് ക്രിസ്ത്യൻ മിഷണറിമാരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മോഹൻ റോയിയെ കുറിച്ച് പറയുമ്പോൾ വില്യം കേരി എന്ന് പറയുന്നതായ പ്രസിദ്ധനായിരിക്കുന്ന മോഡേൺ ഇന്ത്യയുടെ ഫാദർ എന്ന് വിളിക്കപ്പെടുവാൻ കഴിയുന്ന ആധുനിക ഭാരതത്തിന്റെ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ, ഞാൻ ഭാരതം എന്നല്ല പറയുന്നത്, ഭരതൻ ഭരിച്ച നാടെന്ന് പറയുന്നത് ഉത്തര ഇന്ത്യയാണ്. നമ്മുടെ നാടൊക്കെ ഭരതൻ ഭരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിധത്തിലുള്ള പേര് കൊടുക്കുവാനോ അവകാശമില്ല. ഇന്ത്യ എന്ന് പറയുന്നത് അത് എവിടുന്ന് വന്നു, എങ്ങനെയാണ് ആ പേരുണ്ടായത്, അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ മഹത്തായിട്ടുള്ള ഇന്ത്യയിൽ മോഡേൺ ഇന്ത്യയുടെ അല്ലെങ്കിൽ ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ അർഹതയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് വില്യം കേരിയാണ്. ആ വില്യം കേരിയുടെ സ്വാധീനമായിരുന്നു രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യന്റെ, വിശാല മനസ്കനായിട്ടുള്ള ആ മനുഷ്യന്റെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനായിട്ട് അദ്ദേഹത്തെ പ്രാപ്തിപ്പെടുത്തിയത്. അതുപോലെ തന്നെ സതി, വിധവ പോലുള്ള എതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹം നടത്തിയത് ഇങ്ങനെയുള്ള മിഷണറിമാരുടെയൊക്കെ സ്വാധീനം കൊണ്ടാണ്. വില്യം കേരി മാത്രമല്ല, സെറാംപൂർ ട്രയോ എന്നറിയപ്പെടുന്ന, ഞാൻ അവരെ കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ സെറാംപൂർ ട്രയോ എന്നറിയപ്പെടുന്ന വില്യം കേരി, ജോഷുവ മാർഷ്മാൻ, അതേപോലെ വില്യം വാർഡ്, അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ രാജാ റാം മോഹൻ റോയിയെ പോലെയുള്ള നവോത്ഥാന കർത്താക്കൾ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നത്. അത് നമ്മൾ നന്ദിയോടെ ഓർക്കണം. അതേപോലെ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ എന്നറിയപ്പെടുന്നതായിട്ടുള്ള മഹാനായ വ്യക്തി, അദ്ദേഹം വിധവാ വിവാഹം പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. ജ്യോതിബ ഫുലെ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വ്യക്തി ജാതി വ്യവസ്ഥയെ അടിമത്തമായി വിശേഷിപ്പിച്ചായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഈ ആധുനിക കാലത്ത് ഇതിനെ അധികമായിട്ട് ഈ മനുസ്മൃതിയെ വിമർശിച്ചതായിട്ടുള്ള, ആ മനുസ്മൃതിയെ കത്തിച്ചതായിട്ടുള്ള ഒരു വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയാൻ കഴിയും, ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. നമ്മുടെ ഭരണഘടനയുടെ ശില്പിയായിരിക്കുന്ന, ആദരണീയനായിരിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം മനുസ്മൃതിയെ ദാസ്യത്വത്തിന്റെ ഗ്രന്ഥം എന്നാണ് വിളിച്ചത്. 1927 മഹാരാഷ്ട്രയിൽ നടന്ന മനുസ്മൃതി ദഹനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. ആ മനുസ്മൃതിയെ കത്തിച്ചു കളഞ്ഞത്. അംബേദ്കർ പറഞ്ഞു, മനുസ്മൃതി ഇന്ത്യയിലെ ജാതി ദാസ്യത്വത്തിന്റെയും അസ്പൃശ്യതയുടെയും മൂല കാരണമാണ്. മനുസ്മൃതി is the root of caste slavery and untouchability in India. ഗാന്ധിജി മനുസ്മൃതിയെ കുറിച്ച് പറഞ്ഞത്, മനുസ്മൃതിയിലെ ചില നല്ല ധാർമ്മിക ആശയങ്ങളെ അംഗീകരിച്ചെങ്കിലും അതിലെ ജാതി വ്യവസ്ഥ, അസ്പൃശ്യത, അത് ശക്തമായിട്ട് അദ്ദേഹം നിരസിച്ചു.
ഇനിയും രാഷ്ട്രീയപരമായിട്ട് തന്നെ ഈ മനുസ്മൃതിക്കെതിരെ ഒരുപാട് വിമർശനം ഉണ്ടായി. അതിനകത്ത് പാശ്ചാത്യ പണ്ഡിതന്മാരായിരിക്കുന്ന മാക്സ് മുള്ളർ, പാട്രിക് ഒലിവെല്ലെ, വെൻഡെ ഡോഞ്ചിർ എന്ന് പറയുന്നതായിട്ടുള്ള എഴുത്തുകാരന്മാർ, ചരിത്രകാരന്മാർ, ആധികാരിക ചരിത്രന്മാർ അവർ മനുസ്മൃതിയെ ചരിത്രപരമായി രേഖയായി കാണുകയും അതിന്റെ സാമൂഹിക അനീതിയെ തുറന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അവർ അഭിപ്രായപ്പെട്ടത് മനുസ്മൃതി ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ പ്രധാനമാണെങ്കിലും അത് മനുഷ്യാവകാശ വിരുദ്ധമായ സാമൂഹ്യ വിഭജനത്തെ ന്യായീകരിച്ചു എന്നാണ്. അപ്പൊ നമ്മൾ ഓർത്തോണം, ഇത് ഒരു കാരണവശാലും നമ്മുടെ രാജ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നാം അനുവദിച്ചുകൂടാ. ഇത് മടക്കി കൊണ്ടുവരുവാനുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ചിരി പടർത്തുന്ന ഒരു കാര്യം, ഇവിടുത്തെ ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഈ മനുസ്മൃതിക്ക് വേണ്ടി, സനാതന ധർമ്മത്തിന് വേണ്ടി ചാനലുകളിൽ വന്നിരുന്ന് ഉളുപ്പില്ലാതെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ്. എനിക്ക് അവരെ ഓർക്കുമ്പോൾ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവരെ ഓർക്കുമ്പോൾ എനിക്ക് ചിരി നിർത്താൻ കഴിയില്ല. കാരണം ഈ വിദ്വാൻമാർക്ക് എന്തറിഞ്ഞിട്ടാണ്, ഈ മനുസ്മൃതിയെ കുറിച്ച് അവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ഉപഭോക്താക്കൾ എന്നുള്ള നിലയിൽ ഇവിടെ ഘോരഘോരം അതിനുവേണ്ടി വാദിക്കുന്നത്? അവരുടെ അജ്ഞത നമുക്ക് കൃത്യമായി വെളിപ്പെടുത്തി തരികയാണ്. അറിവില്ലായ്മയുടെ ആ പാപ്പരത്വം വെളിപ്പെടുത്തുന്ന ഇത്തരം ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട, ദാസ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ തലമുറകൾക്ക് വലിയ കോടാലി വെക്കുവാൻ കൊടുത്തിട്ടാണ് പോകുന്നത്. മറ്റൊരു നിങ്ങളെക്കാളും ഹൈറാർക്കിയിലുള്ളവർക്ക് നിങ്ങൾ കോടാലി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തിനാണെന്നറിയാമോ? അവരുടെ കഴുത്ത് വെട്ടാനായിട്ട്, അവരെ അടിമകളാക്കി തീർക്കാനായിട്ട്. അതാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സാമൂഹ്യ ഫലങ്ങളെ കുറിച്ചും കൂടെ ചിന്തിക്കാം. വിമർശനങ്ങളും പ്രതികരണങ്ങളും കൊണ്ടാണ് ഈ ഇന്ത്യൻ സമൂഹം പതുക്കെ പതുക്കെ പരിഷ്കാരത്തിനും സമത്വത്തിലേക്കും നീങ്ങിയത്. എന്നാൽ ജാതി വ്യവസ്ഥയുടെ ആഴത്തിലുള്ള പിടി ഇന്നും ഭാഗികമായിട്ട് മാത്രമല്ല, ധാരാളമായിട്ട് എല്ലായിടത്തും കാണാൻ കഴിയും. അതാണ് ബീഹാറിൽ 4-5 കുട്ടികൾ ദാഹിച്ച് വരണ്ട് ആ പൊള്ളുന്ന വെയിലത്ത് ഒരു കിണറ്റിൽ നിന്ന് ഒരല്പം വെള്ളം കോരി കുടിച്ചതിന് ആ 4-5 കുട്ടികളെ കെട്ടിയിട്ട് സവർണ വിഭാഗത്തിൽപ്പെട്ടവർ വന്ന് വലിയ വടിയെടുത്ത്, നീളമുള്ള വടിയെടുത്ത് പൊതിരെ തല്ലി അവരുടെ ഗ്രാമക്കാരെല്ലാം വിളിച്ചു കൂട്ടി ആ കുഞ്ഞുങ്ങളെ തല്ലി താഴെയിട്ടത്. എത്ര ഹീനമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിട്ട് അതിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ആ മനുസ്മൃതി വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് പറയാൻ, നിങ്ങളുടെ നാവ് ചലിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? ഇതൊരു സ്വതന്ത്ര ഇന്ത്യയാണ്. ഈ സ്വതന്ത്ര ഇന്ത്യയിൽ എല്ലാ മനുഷ്യരും തുല്യരാണ്. ആ തുല്യതാ ബോധം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഭരണഘടന, ആ ഭരണഘടനയ്ക്ക് ഈ തുല്യതാ ബോധം നൽകിത്തുന്ന വിശുദ്ധ ബൈബിൾ, ആ വിശുദ്ധ ബൈബിളിലൂടെ സർവ്വ മനുഷ്യർക്കും തുല്യതാ ബോധവും സാഹോദര്യ ബന്ധവും ഒരുമിച്ചുള്ള ജീവിത രീതികളും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു, അത് വിശദമാക്കപ്പെട്ടിരിക്കുന്നു. അത് ഉൾക്കൊള്ളുന്നവന്റെ ജീവിതത്തെ തച്ചുടയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെയാണ് ആ മനുസ്മൃതി വീണ്ടും കൊണ്ടുവരണമെന്ന് പറയാൻ നാണമില്ലാത്തത്? അതാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ ഈ സനാതന ധർമ്മികൾ എന്ന് പറയുന്നവരുടെ ആത്മീയ ദർശനങ്ങളുടെയും അടിത്തറ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ആഹ്വാനമൊക്കെ മനുസ്മൃതിയെ രാജ്യത്ത് തിരികെ എത്തിക്കുക എന്ന ഉദ്ദേശത്തിൽ നിന്നും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വാക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയുകയില്ല. മനുസ്മൃതിക്കെതിരെ നിലകൊണ്ട പ്രതികരണങ്ങൾ സമത്വവും സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് വലിയ പ്രചോദനമായി തീർന്നു മുൻകാലങ്ങളിൽ. അതേപോലെ തന്നെ ഈ ഉത്തരാധുനിക കാലത്തും ഉയർന്നു വരേണ്ടുന്ന ഒന്നാണ് ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള നിലനിൽപ്പ്. അത് മനുസ്മൃതിയുടെ അടിവേരറക്കൽ തന്നെയാണ്. മനുസ്മൃതിയുടെ ചരിത്ര പ്രാധാന്യവും ഇന്നത്തെ പ്രസക്തിയും കൂടെ ഞാനൊന്ന് പറയട്ടെ. ചരിത്ര പ്രാധാന്യം. മനുസ്മൃതി പുരാതന ഇന്ത്യയുടെ ധർമ്മശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. അത് സാമൂഹ്യ ക്രമീകരണത്തിന്റെ രേഖയായി പ്രവർത്തിച്ചു. ഭരണവും നിയമവും സ്ത്രീ പുരുഷ ബന്ധവും സാമ്പത്തികവും മതപരവുമായ എല്ലാ
കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സമ്പൂർണ്ണ ചട്ടക്കൂട് അത് നൽകുകയുണ്ടായി. അത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ നിയമപരമായും മതപരമായും അടിത്തറയിൽ ഉറപ്പിച്ചു. അതാണ് റോമിള താപ്പർ എന്ന് പറയുന്ന ചരിത്രകാരി പറയുന്നത്. മനുസ്മൃതിയുടെ പ്രാധാന്യം അതിന്റെ സർവ്വസാധാരണത്വത്തിൽ അല്ല, മറിച്ച് ഒരു ക്രമബദ്ധമായ സാമൂഹ്യ അനുക്രമത്തെ സ്വാഭാവികവും ദൈവികവുമായതായി അത് നിയമസാധുത നൽകി എന്ന കാര്യത്തിലാണ്. The importance of Manusmriti lies not in its universality but in the way it legitimatized a hierarchical order as natural and divine. അതിന്റെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനങ്ങൾ ഒന്നുകൂടെ പറയട്ടെ. ജാതി വ്യവസ്ഥയും അസ്പൃശ്യതയും ശക്തമായിട്ട് അത് പഠിപ്പിച്ചു. സ്ത്രീകളെ ശാശ്വത ആശ്രിതരാക്കി. ഭരണ നിയമ സംവിധാനം സമത്വത്തിനല്ല അധീനതയ്ക്കാണെന്ന് അവർ വളരെ കൃത്യമായി തെളിയിച്ചു. സമൂഹത്തെ മറിച്ചുകൊണ്ടുള്ള പുരോഗതി തടഞ്ഞു. അന്നത്തെ പ്രസക്തി ഇന്ത്യൻ ഭരണഘടന മനുസ്മൃതിയുടെ അസമത്വ മൂല്യങ്ങളെ തള്ളിക്കളഞ്ഞു. എന്നാൽ ജാതി വ്യവസ്ഥയുടെ ശേഷിപ്പുകൾ ഇന്നും സമൂഹത്തിൽ അവർ കൂടുതൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരക്കാരുടെ പ്രവർത്തനങ്ങളെ കൃത്യമായി തമസ്കരിക്കാൻ തക്കവണ്ണം ഇവിടുത്തെ ജനാധിപത്യ ബോധമുള്ളവരും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരും ഇന്ത്യ എന്റെ രാജ്യമാകുന്നു, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്നവരും മുന്നിട്ടിറങ്ങിയേ പറ്റൂ. ഇത് അതിനുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് തമ്പുരാന്റെ ദിവ്യമായ സ്നേഹവും കരുതലും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നമുക്ക് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിത്തറ പാകി തന്നിരിക്കുന്നത്, ദൈവവചനത്താൽ അതെങ്ങനെയാണ് ഇവിടെ വിതയ്ക്കപ്പെട്ടിരിക്കുന്നത്, അതേ വിത്തുകൾ നമ്മൾ വീണ്ടും വിതറിക്കൊണ്ട് സ്നേഹത്തോടും ഐക്യത്തോടും ഒരുമയോടും കൂടെ അത്തരക്കാരുടെ പ്രവൃത്തികൾക്കെതിരെ നമുക്ക് പ്രവർത്തിക്കാം. അത്തരക്കാരെ വെറുക്കുകയല്ല, മറിച്ച് അത്തരക്കാരെ ബോധവൽക്കരിക്കുവാനും അവരെ കൂടെ സമൂഹത്തിൽ ഒരുമിപ്പിക്കുവാനും തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരട്ടെ. അതിന് കർത്താവ് തമ്പുരാൻ ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.